അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. ക്യാപിറ്റൽ ഐൻസ് നൊയെ ഇം ടീം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ എന്നാണ് മീനിങ്. അപ്പോൾ നൊയെ ഇം ടീം. അപ്പോൾ അതിൻ്റെ താഴെ കുറേ മെഡിക്കൽ ടേംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഓഗെ, സോഷ്യൽ ഡീൻസ്റ്റ്. സോഷ്യൽ ഡീൻസ്റ്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സർവീസ്. അതിന് താഴെയുള്ളത് ഫ്ലേഗെ ഡീൻസ്റ്റ് ലൈറ്റും, നേഴ്സിംഗ് കെയർ സർവീസ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. പിന്നെ അടുത്തത് ഊറോലോഗി. ഊറോലോഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോളജി. അപ്പോൾ എല്ലാത്തിൻ്റെയും ജർമ്മൻ ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് നോട്ടിൽ എഴുതി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അതെല്ലാം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഗിനക്കോലോഗി. എയുടെ മുകളിൽ ഉംലോട്ടാണ്. അപ്പോൾ എന്താ വായിക്കുക? എ എന്നാണ്, ആ എന്നല്ല കേട്ടോ. ഗിനക്കോലോഗി. പിന്നെ അടുത്തത് വരുന്നത് ഹ എൻ ഒ. ഹ എന്ന് പറഞ്ഞാൽ ഹാൽസ്, എന്ന് പറഞ്ഞാൽ നോസ്, ഓ എന്ന് പറഞ്ഞാൽ ഒയർ. ഹ എന്ന് പറയുമ്പോൾ ഹാൽസ്, എന്ന് പറയുമ്പം നോസിന് പറയുന്നത് നാസേ, നാസേ. ഓ എന്ന് പറയുമ്പോൾ ഒയർ, ഒയർ. അപ്പോൾ ഇത്രയാണ് ഹ എന്നോ ഷോർട്ടാക്കി പറയുന്നത്. പിന്നെ വരുന്നത് ഇന്നറേ മെഡിസിൻ ഐൻസ്. ഇന്നറേ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ മെഡിസിൻ ആണ്. ഇൻറ്റേർണൽ മെഡിസിൻ, ഇന്നറേ മെഡിസിൻ ഐൻസ്. പിന്നെ വരുന്നത് കാർഡിയോലോഗി. കാർഡിയോലോഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിയോളജി. പിന്നെ വരുന്നത് ഇലക്ട്രോ ഫിസിയോളജി. പിന്നെ അടുത്ത് വരുന്നത് എംഫാങ്. അതിനൊക്കെ ഷോർട്ടായിട്ട് എഗെ എന്നൊക്കെ പറയും. ഓഗെ, എഗെ എന്നൊക്കെ. എംഫാങ് എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ. ഹോസ്പിറ്റലിൽ നമ്മൾ ഫ്രണ്ട് സൈഡിലുള്ള റിസപ്ഷൻ. പിന്നെ വരുന്നത് ആംബുലാൻസ്. ലൻസ് അല്ല, ആംബുലാൻസ്. ആ എ എന്ന് വരുന്നത് ആ എന്ന വായിക്കുക. ആംബുലാൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യൻ്റ് ആ വിഭാഗമാണ് ആംബുലാൻസ്. പിന്നെ വരുന്നത് ഫിസിയോതെറാപ്പി. സെയിം തന്നെയാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഫിസിയോതെറാപ്പി എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഓപ്പറാസിയോൺ റോയ്മേ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ റൂം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഷോർട്ടായിട്ട് വെച്ചേക്കുന്നത്. ഇതിൽ കുറേയൊക്കെ നമുക്ക് അറിയുന്നതാണ്, അറിയാത്തതൊക്കെ അവിടെ നോട്ട് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്താൽ ഇത് PDF-ൻ്റെ ഒരു പോർഷനാണ് ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു, ഫോട്ടോ കോപ്പി എടുത്ത് ബുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം. അറിയാത്ത വൊക്കാബുലറിയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ അത് വീണ്ടും വായിക്കാനും ഈസി ആയിരിക്കും. ഇനി അതിൻ്റെ താഴെ ഗ്രാഫിക് കാണാൻ പറ്റും. ഗ്രാഫിക് എന്ന് പറയുമ്പം ഇമേജസ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് തന്നെ കാണിച്ചതിലൊരു ഇമേജാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു ഇമേജുണ്ട്. പിന്നെ അതിൻ്റെ താഴെ വേറെ 2 ഇമേജും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് പോകണം. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ അടുത്തതിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആ പോർഷനിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി അതിൽ ഫ്ലേഗെ പെർസോൺ എന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ കെയർ ചെയ്യുന്ന ആൾ, അതായത് നേഴ്സ്. ഫ്ലേഗെ പെർസോൺ എന്ന് പറയുമ്പോൾ നേഴ്സ്. ഫ്ലേഗെ ഫാക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലേഗെ ഫാക്രാഫ്റ്ററിൻ എന്ന് പറയാം. ഫ്ലേഗെ പെർസോൺ എന്ന് പറയാം. പല വൊക്കാബുലറി നമുക്ക് ഉപയോഗിക്കാം. ക്രാങ്കൻ ഷോസ്റ്റർ എന്ന് പറയാം. അപ്പോൾ പല വൊക്കാബുലറി അത് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് ഫ്ലേഗെ പെർസോൺ എന്നാണ്. അപ്പോൾ അതിൽ ലൂസിലെ സാമോണ്ടെ ഹാറ്റ് ഹോയ്റ്റെ ഇയറൻ ഏർസ്റ്റൻ ആർബൈറ്റ്സ്ടാഗ് ഓഫ് ദെർ ഇന്നറൻ സ്റ്റാറ്റ്സിയോൺ ദെസ് സ്റ്റേറ്റീഷ്യൻ ക്രാങ്കൻ ഹൗസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഓരോ സെൻറ്റൻസിൻ്റെയും ഓരോ വേർഡിൻ്റെ മീനിങ് പറയാം. ലൂസിലെ സാമോണ്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേഗെ പേഴ്സൺ ആണ്. ഹാറ്റ് എന്ന് പറയുമ്പോൾ ഹാസ്, ഹോയ്റ്റ് ടുഡേ, ഇയർ എന്ന് പറയുമ്പം ഹെർ അവളുടെ എന്നുള്ള മീനിങ്. ഏർസ്റ്റൻ ആർബൈറ്റ്സ്ടാഗ് ഫസ്റ്റ് വർക്കിംഗ് ഡേ. ഓഫ് ദെയർ ഇന്നറൻ സ്റ്റാറ്റ്സിയോൺ എന്ന് പറയുമ്പോൾ അവരുടെ ഫസ്റ്റ് ഇൻറ്റേർണൽ മെഡിസിൻ വാർഡാണ് ഉദ്ദേശിക്കുന്നത്. ദസ് സ്റ്റേറ്റീഷ്യൻ ക്രാങ്കൻ ഹൗസസ് എന്ന് വെച്ചാൽ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഓരോരോ വേർഡിൻ്റെ മീനിങ് പറയുന്നത്. ഈ സെൻറ്റൻസിൻ്റെ ലാസ്റ്റിലേക്ക് ഗെനറ്റീവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ, ദസ് സ്റ്റേറ്റീഷ്യൻ ക്രാങ്കൻ ഹൗസസ്, അത് ഗെനറ്റീവിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ലൂസിലെ സാമോണ്ടെ ഹാസ് ഹെർ ഫസ്റ്റ് വർക്കിംഗ് ഡേ ടുഡേ ഓൺ ദി ഇൻറ്റേർണൽ മെഡിസിൻ വാർഡ് ഓഫ് ദി മുനിസിപ്പൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സിറ്റി ഹോസ്പിറ്റൽ.
അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇതിൻ്റെ മീനിങ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാണ്. പിന്നെ ഹോയ്റ്റെ എന്ന് പറയുമ്പം നമ്മൾ ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഹോയ്റ്റെ ഇവിടെ ഇയറൻ ഏർസ്റ്റൻ ആർബൈറ്റ്സ്ടാഗ്, അവളുടെ ഫസ്റ്റ് വർക്കിംഗ് ഡേ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് അക്യുസാറ്റീവിലേക്കാണ് വരുന്നത്. അക്യുസാറ്റീവ് ഫെമിനിൻ ആണ്, അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, ഇയറൻ എന്ന് വന്നത്. പിന്നെ ആർബൈറ്റ്സ് ടാഗ്, അപ്പോൾ അതിൻ്റെ അവിടെ അഡ്ജക്റ്റീവ് എൻഡിങ്ങനാണ് അവിടെ ഏർസ്റ്റൻ എന്ന് വന്നത്, അക്യുസാറ്റീവ് കേസാണ്. പിന്നെ ടാഗ് എന്ന് പറയുന്നത് ഡേ എന്നുള്ളതാണ്, അതിൻ്റെ ഇത് വരുന്നത് ദേൻ എന്നാണ്, അതുകൊണ്ടാണ് അവിടെ ഏർസ്റ്റൻ എന്ന് വന്നത്. പിന്നെ ആഫ്റ്റർ ഇന്നറൻ സ്റ്റാറ്റ്സിയോൺ, അത് വന്നത് ഡാറ്റീവിലേക്ക് പോയി ആ കേസ്. ആഫ്റ്റർ ഇന്നറൻ സ്റ്റാറ്റ്സിയോൺ ദ സ്റ്റേറ്റീഷ്യൻ ക്രാങ്കൻ ഹൗസസ്, അപ്പോൾ അത് ഏതിലേക്ക് പോയി, ഗെനറ്റീവിലേക്ക് പോയി. അപ്പോൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പം നമ്മൾ അത് എന്ത് കേസിലാണ്, അതെങ്ങനെയാണ് വന്നത് എന്നും കൂടി നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രഹനും ഷ്രൈബനും അതുപോലെ ഈസി ആയിരിക്കും. അടുത്ത സെൻറ്റൻസ് വരുന്നത് സി ലേൺഡ് ദ ക്രാങ്കൻ ഹൗസ് ദി സ്റ്റാറ്റ്സിയോൺ ഉൺ ദ സ്റ്റീം കെന്നൻ എന്ന് വെച്ചാൽ അവൾ പിന്നെ പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്തിനെ പറ്റി, ഹോസ്പിറ്റലിനെ കുറിച്ചും അവിടെയുള്ള വാർഡിനെ കുറിച്ചും ആ ടീമിനെ കുറിച്ചൊക്കെ അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. അല്ലെങ്കിൽ കെന്നൻ ലേണൻ എന്ന് പറയുന്ന ഒറ്റ വെർബാണത് കേട്ടോ. കെന്നൻ ലേണൻ എന്ന് പറയുന്നത് ട്രെൻബാരെ വെർബാണ്, അതുകൊണ്ടാണ് അവിടെ ലേൺട്ട് വന്നത്. അത് സി എന്ന് പറയുമ്പോൾ അവൾ എന്നാണ്, അതിൻ്റെ ആ കോൺജുഗേഷൻ വരുന്നത് ലേൺട്ടാണ്. പിന്നെ കെന്നനിലെ ലാസ്റ്റിലേക്ക് ഇട്ടു. അപ്പോൾ അത് മനസ്സിലായില്ലേ. അടുത്തത് വരുന്നത് ദി സ്റ്റാറ്റ്സിയോൺ ലൈറ്റും മറിയ ബൗങ്കാർട്ട് ഉണ്ട് ഇയർ കൊളീഗെ കാർസ്റ്റൻ ഷുസ്റ്റർ ഉണ്ടർസ്റ്റുഡ്സൻ സി ബൈ ദെയർ ഐൻ ആർബൈറ്റും. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത് ദി സ്റ്റാറ്റ്സിയോൺ ലൈറ്റും എന്ന് പറഞ്ഞാൽ വാർഡ് മാനേജർ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് നേഴ്സ്, ആ ഒരു ഇതിനാണ് സ്റ്റാറ്റ്സിയോൺ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം മറിയ ബൗങ്കാർട്ട് ഉണ്ട് ഇയർ കൊളീഗ്, അപ്പം ഈ സ്റ്റാറ്റ്സിയോൺ ലൈറ്റിങ്ങും അവരുടെ കൊളീഗ് കാർസ്റ്റേ ഷുസ്റ്റർ ഇവരെല്ലാവരും കൂടെ എന്താണ് ഈ പുതിയതായിട്ട് വന്ന ഫ്ലേക്ക് നേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡ്യൂറിങ് ദി ഓറിയൻറ്റേഷൻ പ്രോസസ്സ്. അപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു വാർഡിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു വാർഡ് നേഴ്സ്, നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, വാർഡ് നേഴ്സും കൂടെ വർക്ക് ചെയ്യുന്നവർക്കും നമുക്ക് എല്ലാ ഭാഗങ്ങളും കൊണ്ടുപോയി കാണിച്ചു തരലും സപ്പോർട്ട് ചെയ്യലും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അടുത്ത സെൻറ്റൻസ് വന്നിട്ട് മിറ്റ് കാർസ്റ്റൻ ഷുസ്റ്റർ കൊൺട്രോളിയേർഡ് സി ദെൻ ഫ്ലേഗെ വാഗൻ എന്ന് വെച്ചാൽ ഈ കാർസ്റ്റൻ ഷുസ്റ്റർ എന്ന് പറയുന്ന ആ കുളീഗയുണ്ടല്ലോ, അവർ നമ്മളെ ഈ ഫ്ലേഗെ വാഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രോളിയാണ് പറയുന്നത്, ഈ മെഡിസിനൊക്കെ എടുത്ത് വെക്കുന്ന സാധാ ട്രോളി ഇല്ലേ, അപ്പോൾ ആ ട്രോളിയെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പുതിയതായിട്ട് ചെന്നതാണ്, അവിടെ മെഡിസിൻ്റെ പേരാണെങ്കിലും ജർമ്മൻ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടാകുക. അപ്പോൾ നമുക്കറിയില്ല ഫസ്റ്റ് ചെല്ലുമ്പം, പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അടുത്ത സെൻറ്റൻസിൽ സി നിംറ്റ് അൻ ഐനർ ടീം ബെസ്റ്റ് ബ്രഷും ടൈല്. പിന്നെ അതിന് ശേഷം ആ നേഴ്സ് എന്താ ചെയ്യുന്നത്, അവർ നമ്മുടെ ആ ഒരു മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ലൂസിലെ സാമോണ്ടെ ബെറൂഹിക്റ്റ് ദി പാറ്റ്സിയാൻഡൻ മാർത്ത മൈസ്റ്റർ ഉണ്ട് ഫെറൈൻ ബാർട്ട് ഫ്യുവർ സി ഐനൻ ടെർമിൻ ഇൻ ദെർ റാഡിയോലോഗി. അപ്പോൾ ഈ നേഴ്സിൻ്റെ പേരാണ് ലൂസിലെ സാമോണ്ടെ. അവർ പേഷ്യൻറ്റിനെ സമാധാനിപ്പിക്കുക, അതെന്ന് വെച്ചാൽ കാമാക്കുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് നമുക്ക് ബെറൂഹിക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവരെ റീഅഷ്യൂർ ചെയ്യുകയാണ്. എന്തിനാണ്, പിന്നെ പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്തിട്ട് നമ്മളൊരു ടെർമിൻ എടുക്കാൻ വേണ്ടിയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെർമിൻ എടുക്കുകയാണ്. ഇതിനകത്ത് ഈ പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഫ്ലേഗെ പേഴ്സോണിൻ്റെ പേരെന്താണ്, ലൂസിലെ സാമോണ്ടെ. പിന്നെ അതിനകത്ത് ആരാ വരുന്നത്, പാറ്റ്സിയാൻഡിനാണ്. പാറ്റ്സിയാൻഡിൻ, മാർത്ത മൈസ്റ്റർ, അവരുടെ ഒരു ഇമേജാണ് അവിടെ സൈഡിൽ തന്നിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റാറ്റ്സിയോൺ ലൈറ്റും ഒരു വാർഡ് മാനേജറുണ്ട്, അവരുടെ പേരാണ് മറിയ ബൗങ്കാർട്ട്. പിന്നെ നമ്മുടെ കൊളേഗനുണ്ട്, കൊളേഗി ആരാണ്, കാർസ്റ്റൻ ഷുസ്റ്റർ. അപ്പോൾ ഇത്രയും പേരാണ് അതിനകത്തുള്ളത്. അവരുടെ ആ ഒരു അതിനെ കുറിച്ചിട്ടാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും അത് ഏത് ടെൻസിലാണ്, പ്രസൻറ്റ് ടെൻസാണ്, പിന്നെ അതിന് ശേഷം അക്യുസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ, പിന്നെ ഗെനറ്റീവിലേക്ക് പോകുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് വായിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്പീക്കിങ്ങിനും വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ആ പാരഗ്രാഫിൽ
പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള ആ വൊക്കാബുലറി ഞാൻ പറയാം. ഇന്നറൻറ്റ് സ്റ്റാറ്റ്സിയോൺ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ മെഡിസിൻ്റെ ആ വാർഡിലാണ് കേട്ടോ. സ്റ്റേറ്റീഷ്യൻ ക്രാങ്കൻ ഹൗസ് എന്ന് പറഞ്ഞാൽ സിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ ഹോസ്പിറ്റലൊക്കെ പറയും. നമ്മളിവിടെ സിറ്റി ഹോസ്പിറ്റലിൽ എടുക്കാം. പിന്നെ അതിനകത്ത് നമുക്ക് അറിയാത്ത വൊക്കാബുലറി എന്ന് പറയുന്നത് സ്റ്റാറ്റ്സിയോണിലായിട്ടും വാർഡ് മാനേജർ അല്ലെങ്കിൽ ഹെഡ് നേഴ്സ്, ഇവിടെ നമുക്ക് വാർഡ് മാനേജറായിട്ട് പറയാം. പിന്നെ പറയുന്നത് ഐനാർബൈറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഓറിയൻറ്റേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ആ ഒരു ടൈം, അതൊക്കെയാണ് അതിനെ മീൻ ചെയ്യുന്നത്. പല മീനിങ് ഉണ്ടായിരിക്കും ഓരോന്നിനും, പക്ഷെ നമുക്ക് ഇതിന് അനുയോജ്യമായ ഒരു മീനിങ് എടുക്കാം. അണ്ടർസ്റ്റുഡ്സ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കെയർ ചെയ്യുക എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത്. കൺട്രോളിയേറ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക. ടൈൽ നെയിം എന്ന് പറഞ്ഞാൽ ടു പാർട്ടിസിപ്പേറ്റ്, അതും ട്രെൻബാരെ വെർബനാണ്. അതുകൊണ്ടാണ് നിംറ്റ് ടൈൽ എന്ന് കൊടുത്തേക്കുന്നത്. സി വന്നതുകൊണ്ട്, സി എന്ന് പറയുമ്പോൾ അവളാണ്, അതിൻ്റെ കോൺജുഗേഷൻ വരുമ്പോൾ നിംറ്റാണ്. അതുകൊണ്ടാണ് അവിടെ നിംറ്റ് വന്നതും എൻഡിൽ ടൈൽ വന്നതും. ബെറൂഹിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ സമാധാനിപ്പിക്കുക എന്നൊക്കെയുള്ള ആ ഒരു മീനിങ്ങിലാണ് ബെറൂഹികൻ എന്ന് വരുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത് പാറ്റ്സി ആൻറ്റിൻ. അപ്പം അതിൻ്റെ ഇമേജ് നോക്കുക. മാർത്ത മൈസ്റ്റർ ഈസ്റ്റ് ബെറൂഫ്റ്റേറ്റിഷ് und hat zwei Kinder. മാർത്ത മൈസ്റ്റർ എന്ന് പറഞ്ഞാൽ പാറ്റ്സി ആൻറ്റിനാണ്. അപ്പോൾ ഈസ്റ്റ് ബെറൂഫ്റ്റേറ്റിഷ്, അവർക്ക് ജോലിയുണ്ട്, അതുപോലെ തന്നെ അവർക്ക് 2 കുട്ടികളുണ്ട്, അതാണ് പറഞ്ഞേക്കുന്നത്. ഇയർ ഹൗസ് ആർസ്റ്റ് ഹാറ്റ് സി മിറ്റ് ഫെർഡാട്ട് ഔഫ് ന്യൂമോണി ഇൻസ് ക്രാങ്കൻ ഹൗസ് ഐൻഗവീസൻ എന്ന് വെച്ചാൽ, ഹൗസ് ആർസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ പ്രാക്ടീഷണർ എന്നാണ് പറയുന്നത്. ജനറൽ പ്രാക്ടീഷണർ എന്താണ്, ഒരു സംശയമുണ്ട് ഈ പേഷ്യൻറ്റിന് എന്താണ് ന്യൂമോണിയ ആണോ എന്നുള്ളത്, എന്നിട്ട് ആ പേഷ്യൻറ്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇത് കണ്ടോ, ഇതിൽ ടെൻസ് വന്നേക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ് വന്നേക്കുന്നത്. ഇയർ ഹൗസ് ആർസ്റ്റ് ഹാറ്റ്, എൻഡിലേക്ക് നോക്കിക്കേ, ഐൻവൈസൻ എന്നാണ് ആ വെർബ് വരുന്നത്. ടു അഡ്മിറ്റ് എന്നാണ്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പ് സ്വൈ വരുമ്പം ഐൻഗവീസൻ എന്ന് വന്നു. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മൾ നോക്കണം അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു. കാരണം കഴിഞ്ഞൊരു സംഭവമാണ്. പേഷ്യൻ്റ് ഓൾറെഡി സസ്പെക്റ്റ് ചെയ്തു, ന്യൂമോണിയ ആണെന്ന് സസ്പെക്റ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ പെർഫെക്റ്റ് ടെൻസിലേക്കാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് അവിടെ വന്നത് ഇയർ ഹൗസ് ആർസ്റ്റ് ഹാറ്റ് സി മിറ്റ് ഫെർഡാട്ട് ഓഫ് ന്യൂമോണി ഇൻസ് ക്രാങ്കൻ ഹൗസ് ഐൻഗവീസൻ. നെക്സ്റ്റ് സെൻറ്റൻസ്, എസ് വിർഡ് ഐനെ റോൺഗൻ ഔഫ് നാമെ ദസ് തൊറാക്സ് ഗമാട്ട് ആബർ ഐനെ ഗനോവെ ഡിയഗ്നോസെ ലീക്ഡ് നാഹ് നിഷ്ട് ഫോർ. അതിൻ്റെ മീനിങ് വരുന്നത് എസ് വിർഡ് ഐനെ റോൺഗൻ ഔഫ് നാമെ ദസ് തൊറാക്സ് ഗമാട്ട്. അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്തത്, ആ പേഷ്യൻറ്റിൻ്റെ തൊറാക്സിൻ്റെ എക്സ്റേ എടുത്തു. ഇതിൽ കണ്ടോ വിർഡ് ഗമാട്ട്, അത് പാസീവിലേക്കാണ് വന്നിരിക്കുന്നത്, പാസീവ് വോയിസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വിർഡ് ഗമാട്ട് എന്ന് വന്നത്. ഓൾറെഡി എക്സ്റേ എടുത്തു, ഓക്കെ, പക്ഷേ അതിനെ ഗനോവ് ഡിയഗ്നോസെ ലീക്ഡ് നോഹ് നിഷ്ട് ഫോർ. എന്നാലും എന്താ സംഭവിച്ചിരിക്കുന്നത്, ഒരു എക്സാക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ ഫോർ ലീഗൻ എന്ന് പറയുന്ന ആ ഒരു വെർബാണ്, അത് ട്രെൻബാരെ വെർബാണ്. അതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയേക്കുന്നു ലീക്ഡ് ഫോർ, എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ എന്താണ്, ശരിക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് ന്യൂമോണിയ ആണെന്ന്. അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ദ സ്മാർട്ട് ഇയർ സോർഗൻ വൈൽ സി പ്രിവാറ്റ് ഉണ്ട് ബെറൂഫ്ലിഷ് ഹെയർ ഫീൽ സൂ ടൂൺ ഹാറ്റ്. അപ്പോൾ ഇത് അവരെ വളരെ അധികം എന്താണ് ഒരു വറി ചെയ്യിപ്പിച്ചു. കാരണം എന്താണ്, സി പ്രിവാറ്റ് ഉണ്ട് ബെറൂഫ്ലിഷ് ഹെയർ ഫീൽ സൂ ടൂൺ ഹാറ്റ്. അവർക്ക് പ്രൈവറ്റായിട്ടും പ്രൊഫഷണലിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊരു ടെൻഷനും വന്നത്. എന്താണ്, അഡ്മിറ്റാണ്, പക്ഷേ അത് ശരിക്കും ഒന്ന് ഡിയഗ്നോസ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാനും പറ്റിയിട്ടില്ല എന്താണ് എക്സാക്റ്റ് എന്നുള്ളത്. ഇതിനകത്ത് ഈ ഒരു പാരഗ്രാഫിനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബെറൂഫ്റ്റേറ്റിഷ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ ഉള്ള ആളാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണേ, പ്രൊഫഷൻ ഉള്ള ആളാണ്. അതുപോലെ തന്നെ ഹൗസ് ആർസ്റ്റ് എന്ന് പറയുമ്പം ജനറൽ പ്രാക്ടീഷണർ, ഫെർഡാട്ട് എന്ന് പറയുമ്പോൾ സസ്പെക്റ്റ് ചെയ്യുക, ഐൻഗവീസൻ അതായത് ഐൻവൈസൻ ആണ് ആ വെർബ്, അഡ്മിറ്റ് ചെയ്യുക, ടു അഡ്മിറ്റ് എന്നുള്ള മീനിങ് ആണ്. ഫോർ ലീഗൻ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുക. റോൺഗൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, എക്സ്റേ റിലേറ്റഡ് ആണ്. നമ്മുടെ തൊറാക്സ് സെയിം ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. പിന്നെ ആ ഒരു പാരഗ്രാഫിനകത്ത് വേറെ ഡിയാഗ്നോസ്, അത് ഡയഗ്നോസ് ആണ്, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഔഷ്പ്രാഹെ വന്നിട്ട് ഡിയാഗ്നോസ് എന്നാണ്. സോർഗൻ എന്ന് പറയാൻ വറി ചെയ്യുക എന്നുള്ള മീനിങ് ആണ്.
വേറെ പ്രത്യേകിച്ചൊന്നും ആ പാരഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ നോഹ് നിഷ്ട് എന്ന് പറയുന്നത് നമ്മൾ നോട്ട് യെറ്റ്, ഇതുവരെ എന്നുള്ള മീനിങ്ങിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അടിയിൽ ഐൻസ്റ്റീഗ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബിഗിൻ ചെയ്യുക എന്നുള്ള മീനിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നമുക്ക് എഴുതുമ്പോൾ കാണാനും പിന്നെ സംസാരിക്കുമ്പോൾ ആ ഒരു രണ്ട് എബിലിറ്റി നമുക്ക് ഫേഷ്കായിട്ടും നമുക്ക് വരും. അപ്പോൾ ആദ്യത്തെ വായിക്കാം. സി ഹാബൻ den ersten Arbeitstag auf einer neuen Station. Welche Herausforderungen erwarten Sie und wie fühlen Sie sich? എന്ന് വെച്ചാൽ അവൾക്ക് ആദ്യത്തെ ഒരു വർക്കിംഗ് ഡേ ആണ് ആ ഒരു പുതിയ സ്റ്റേഷനിൽ, വാർഡിൽ. അവർ അവിടെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പിന്നെ അത് കൂടാതെ എന്താണ് അവരവിടെ ഫീൽ ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു പിന്നെ വേർഡ്സിൽ ആ സെൻറ്റൻസ് ആക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്യുക. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു ട്രയലും കൂടി വേണം, നമ്മളും ട്രൈ ചെയ്യണം സംസാരിക്കാൻ വേണ്ടി, എന്നാൽ മാത്രമേ നമുക്ക് സംസാരിക്കാനും പറ്റത്തുള്ളൂ. അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് വെൽഷെ പേഴ്സോണൻ ലേണൻ സി വാർഷൈൻലിഷ് ആം ഏർസ്റ്റൻ ആർബൈറ്റ്സ്ടാഗ് കെന്നൻ വോറൂബർ സ്പ്രെഷൻ സി മിറ്റ് ഇയറൻ നൊയൻ കൊളീക്കൻ ഉണ്ട് കൊളീക്കിനൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഏതൊക്കെ ആളുകളെയാണ് പ്രോബബ്ലി ഫസ്റ്റ് ഡേയിൽ കെന്നൻ ലേണം ചെയ്യുന്നത്. കെന്നൻ ലേണം എന്ന് പറയുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതൊരു ട്രെൻബാരെ വെർബനാണ്. ടു നോ എന്നാണ് മീനിങ്. ഫസ്റ്റ് ഡേയിൽ ഏതൊക്കെ ആളുകളെയാണ് അവിടെ വെച്ചിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ അറിയുന്നത്, അതാണ് ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. വോറൂബർ സ്പ്രെഷൻ സി മിറ്റ് ഇയറൻ നൊയൻ കൊളീക്കൻ ഉണ്ട് കൊളീക്കിനൻ. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ കൊളീഗനോടും കൊളീഗിനോടും സംസാരിക്കുന്നത്, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെഹൻ സി ദി ഗ്രാഫിക് ഓഫ് വെൽഷൻ സ്റ്റാറ്റ്സ്യൂൺ ഹാബൻ സി ഷോൺ ഗെ ആർബൈറ്ററ്റ്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ ഗ്രാഫിക്കിലേക്ക് നോക്കുക, എന്നിട്ട് ഏത് വാർഡുകളിലാണ് നിങ്ങൾ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളത്, അതാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാസ് എർഫാറൻ സി യൂബർ ദി ഫ്ലേഗെ പേഴ്സോൺ ഉണ്ട് ദി പച്ചി ആൻഡർ സെഹൻ സി ദി ഫോട്ടോസ് ഉണ്ട് ലേസൻ സി ദൻ ടെക്സ്റ്റ്. ഇതിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഫ്ലേഗെ പേഴ്സോൺ ഉണ്ട് പാറ്റ്സി ആൻഡിനായിട്ട് നിങ്ങൾക്ക് ഉള്ളത്? നിങ്ങൾ ഈ ഫോട്ടോസ് ആദ്യം തന്നെ കാണുക, എന്നിട്ട് അതിന് ശേഷം ലേസൻ ദി ടെക്സ്റ്റ് എന്നിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.